ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കറിയാം BF1 എക്സാം അടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാവരും ഒക്കെ പഠനത്തിന്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാകും. എല്ലാവരും നല്ല ചൂടുപിടിച്ച പഠനത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഹോട്ട് ടോപ്പിക്സുകൾ നോക്കാം. അതായത് ഇപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അല്ലേ? സ്പെഷ്യൽ ടോപ്പിക് ആണ് നമ്മൾ എല്ലാവരും എന്താണ് കുറച്ച് സീരിയസ്നെസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? മണ്ണാർക്കാടാണ് അല്ലെ. ഇനി അഗസ്ത്യമല, അഗസ്ത്യാർകൂടം ഇതൊക്കെ എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ് അല്ലെ. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന, തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അഗസ്ത്യമല, അഗസ്ത്യാർകൂടം അല്ലെ. അഗസ്ത്യാർകൂടം ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെ? പ്ലേസ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, അത് കൂടാതെ തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ആദ്യത്തെ ബയോളജിക്കൽ റിസർവ് അല്ലെ. ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് പിന്നെ അതുകൂടാതെ 2016 യുനെസ്കോന്റെ ജൈവ ശൃംഖല പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഏത്? ഈ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ തന്നെ ഒത്തിരി സവിശേഷതകൾ നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച 10ാമത്തെ പ്രദേശമാണ്. 10th. ആദ്യത്തെ ഫസ്റ്റ് വരുന്നത് നീലഗിരിയാണ് അല്ലെ. ഫസ്റ്റ് വരുന്നത് നീലഗിരിയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അഗസ്ത്യമല, അഗസ്ത്യാർകൂടവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളവിടെ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കൂടാ, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇടുക്കിയാണ് അല്ലെ. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല എന്ന് പറയുന്നത്. ഇനി അത് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ്? ഇവിടെ മധ്യപ്രദേശാണ് അല്ലെ. മധ്യപ്രദേശ്. ഏറ്റവും കുറവുള്ളത് ഏതായിരിക്കാം? ഏറ്റവും കുറവുള്ളത് ഹരിയാന. ഇനി ശതമാനാടിസ്ഥാനത്തില് കുറവുള്ളതും ഹരിയാന തന്നെയാണ്. ഇനി ശതമാനാടിസ്ഥാനത്തിൽ വനസ്ഥിതി കൂടുതലുള്ള പ്രദേശം എന്ന് പറയുന്നത് മിസോറാമാണ്. ഇനി അത് കൂടാതെ നമ്മളിവിടെ ഓർക്കേണ്ടത് കേന്ദ്രഭരണ പ്രദേശത്തില് ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ളത് ഏത്, കുറവുള്ളത് ഏത് എന്ന് അടക്കം നമ്മളിവിടെ പഠിക്കണം. എത്ര % ആണ് എന്നും ഇവിടെ പഠിച്ചു പോകണം. ഇനി നെക്സ്റ്റ്, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ഏത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, വന്യജീവി സങ്കേതത്തിനെ പറ്റിയാണോ നമ്മൾ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും അവിടെ? ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം അല്ലെ. അപ്പൊ ഇവിടെ കുറച്ചധികം ഫാക്ടുകൾ നമുക്കിവിടെ പഠിക്കണം അല്ലെ. 1984 രൂപീകരിച്ചു. അത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് അവിടെ പഠിക്കണം. ഓരോ വന്യജീവി സങ്കേതങ്ങളും എന്നാണ് രൂപീകരിച്ചത് എന്ന് പഠിക്കണം. 1984 രൂപീകരിച്ചു. പിന്നെ അതുകൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ അല്ലെ. മലയണ്ണാനുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. അതുകൂടാതെ മഗ്ഗർ മുതല, അതുകൂടാതെ വെള്ളക്കാട്ടുപോത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരു പ്രദേശം, ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ഈ ചിന്നാർ എന്ന് പറയുന്നത്. അതുകൂടാതെ നക്ഷത്ര ആമ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഫാക്ടുകൾ ഇവിടെ പഠിക്കുക. പശ്ചിമഘട്ടത്തിലെ മഴനില പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അതുകൂടാതെ ഭീമൻ അണ്ണാനുകൾ അല്ലെ, ചാമ്പൽ മലയണ്ണാനുകളുടെ പ്രശസ്തമായിട്ടുള്ള കേന്ദ്രം. പിന്നെ അതുകൂടാതെ 1984 ആരംഭിച്ചു.
പിന്നെ അതുകൂടാതെ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് തവളകൾ, ചാമ്പൽ മലയണ്ണാൻ, സിംഹവാലൻ കുരങ്ങ്, വരയാട്. നമുക്ക് ഏറെക്കുറെ നമുക്ക് എന്താണ് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റീഡ് തവളകൾ എന്ന് പറയുമ്പോൾ എന്താണ്? കക്കയമാണ് അല്ലെ. ഇനി അതുകൂടാതെ ചാമ്പൽ മലയണ്ണാൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം, കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞതാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇനി നെക്സ്റ്റ് സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈലന്റ് വാലിയാണ് അല്ലെ, സൈലന്റ് വാലി. ഇനി വരയാട് നമുക്കറിയാം ഇരവികുളം അല്ലെ, ഇരവികുളമാണ്. അപ്പൊ ഇത്രയും നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ഓരോ എന്താണ് വന്യജീവി സങ്കേതങ്ങളിലും സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗങ്ങൾ ഏതെല്ലാം എന്നുകൂടി അവിടെ പഠിച്ചു വെക്കണം. മാച്ച് ദ ഫോളോവിംഗ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പാമ്പാടും ചൊലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? 2003 നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് അല്ലെ. പാമ്പാടും ചൊലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത്, പാമ്പാടും ചൊലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് 2003. അപ്പൊ നമുക്ക് നാഷണൽ പാർക്കുകൾ ഏതെല്ലാം എന്നതൊക്കെ നമുക്ക് അവിടെ പഠിക്കണം. ഏതൊക്കെയാണ്? നമുക്ക് ഇരവി അല്ലെ, ഇരവികുളം, സൈലന്റ് വാലി, പെരിയാർ, ആനമുടിച്ചോല, പാമ്പാടും ചോല അല്ലെ. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു പോകുക. അതിന്റെ കോഡൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് കോഡ് വഴിയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ചു പോകുക. ഇപ്പൊ ഇവിടെ റാങ്ക് ലിസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് അറിയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമ്മൾ എല്ലാവരും തകൃതിയായിട്ട് പഠിക്കുന്നുണ്ടാകും. ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു 45 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസുകൾ സിലബസ് ബേസ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്ത് എങ്ങനെ പോകാം അല്ലെ. സിലബസ് ബേസ് ചെയ്ത് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്ക് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മെന്ററിന്റെ സഹായത്തോടു കൂടി ഫുള്ളി സിലബസ് കവർ ചെയ്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ആണ് ഇവിടെ വരുന്നത്. 45 ഡേയ്സ് ആയിട്ട് ഇന്റൻസീവ് ഒരു സ്പെഷ്യൽ കെയർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ബാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് PYQ ഡിസ്കഷൻസും വീക്കിലി എക്സാംസും വീക്കിലി ലൈവുകളും എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും മോഡൽ എക്സാംസ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾക്ക്, ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 85902023 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുകയാണെങ്കിൽ നോക്കിക്കോളാം. നെക്സ്റ്റ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. മതികെട്ടാൻ ചോല വയനാട്, പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂര്, കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം. ഏതാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? 2ഉം 3ഉമാണ് ഇവിടെ ശരിയായ ജോഡി വരുന്നത്. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായ ജോഡി വരുന്നത്. പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂര്. അപ്പൊ മതികെട്ടാൻ ചോല എവിടെയാണ് വരുന്നത്? ഉടുമ്പൻചോല താലൂക്കാണ് അല്ലെ. ഉടുമ്പൻചോല ഇടുക്കിയാണ് അല്ലെ, ഇടുക്കിയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് കരിമ്പുഴ മലപ്പുറമാണ് അല്ലെ, മലപ്പുറമാണ് 2020 വരുന്നത് അല്ലെ, 2020 വരുന്നത്. അപ്പോൾ ഓരോന്നും ഏത് താലൂക്കിലാണ് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് ഇതടക്കം അവിടെ പഠിക്കണം. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, മതികെട്ടാൻചോല ഉടുമ്പൻചോല താലൂക്കിലാണ്. അവിടെ ഏത് ജില്ലയാണ്? ഇടുക്കിയാണ്. പിന്നെ പാമ്പാടും ചോല ഇടുക്കി. ഇനി ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം വരുന്നത് മലമ്പുഴ. 2020 അത് അംഗീകാരം ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഏതാണ്? തുമ്പി, പക്ഷികൾ, ചിത്രശലഭം, വേഴാമ്പൽ. ഏതാണ് ഇവിടെ വരുന്നത്? ചിത്രശലഭം അല്ലെ. ചിത്രശലഭത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഏതാ? ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, അതുകൂടാതെ പളനിപ്പൊട്ടൻ തുടങ്ങിയൊക്കെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിലാണ് ഇതിനെയൊക്കെ നമുക്ക് എന്താണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്നാണ് ചോദിക്കുന്നത്. റെഡ് ഡേറ്റ ബുക്കില് ഇടം നേടിയ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. അപ്പൊ പറമ്പിക്കുളത്തിനെ പറ്റി എന്തൊക്കെ അറിയാം? അതായത് 2ാമത്തെ ടൈഗർ റിസർവ് അല്ലെ, 2ാമത്തെ സെക്കൻഡ് ടൈഗർ റിസർവ് ആണ്. 2010 അല്ലെ, 2010
ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ഇത് നമുക്ക് പാലക്കാടാണ് അല്ലെ. പാലക്കാട് മുതലമട പഞ്ചായത്തിലാണ്. പിന്നെ അത് കൂടാതെ ഇവിടെ ആസ്ഥാനം വരുന്നത് തൂണക്കടവ് അല്ലെ. തൂണക്കടവാണ് ആസ്ഥാനം. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഔദ്യോഗിക കവാടമില്ലാത്ത ഒരു വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് പറമ്പിക്കുളമാണ്. അതുകൂടാതെ തമിഴ്നാട്ടിലൂടെ ആണ് നമുക്ക് എന്താണ് ഇതിന്റെ പ്രവേശിക്കാൻ സാധിക്കുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ഈ പറമ്പിക്കുളം എന്ന് പറയുന്നത്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെ. കാട്ടുപോത്തുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത് എന്നാണ് ചോദിക്കുന്നത്. പാമ്പാടുംചോല നാഷണൽ പാർക്ക്, മതികെട്ടാൻചോല, മുതുമല നാഷണൽ പാർക്ക്, ആനമുടിച്ചോല നാഷണൽ പാർക്ക്. അപ്പൊ ഇവിടെ ഏതായിരിക്കാം വരുന്നത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് പാമ്പാടുംചോലയാണ് അല്ലെ. പാമ്പാടുംചോല നാഷണൽ പാർക്കാണ് ഏറ്റവും ചെറുത് അല്ലെ. പാമ്പാടുംചോല നാഷണൽ പാർക്ക് അല്ലെ. അതായത് 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടുംചോല നാഷണൽ പാർക്ക്. അപ്പൊ ഇത്രയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. PSCയുടെ വനവും വന്യജീവി സങ്കേതങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഇത് സ്ഥിരം നമുക്ക് PSCയിലൊക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ മാച്ച് ദ ഫോളോവിങ് ആയാലും അതുകൂടാതെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയാലും നമുക്ക് ഒത്തിരി ചോദിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ പുതിയൊരു ബാച്ച് 45 ഡേയ്സിന്റെ BF1ന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യുക മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.